പ്രിയപ്പെട്ട രവിയേട്ടന്. സാറിന് എന്താ വേണ്ടത്? സൂപ്പിന് കുറച്ച് കഷണം വേണ്ടിയിരുന്നു. കയ്യോ കാലോ? കയ്യും കാലും ഇരുന്നോട്ടെ. നടുവോ? നടുവിരിക്കട്ടെ. തല വേണം? തല വേണ്ട. അയ്യോ മാഷേ, ഇങ്ങനെ ഇരിക്കുമ്പോ മായമ്മയ്ക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നെയ്യും കൊഴുപ്പും ഒന്നും പാടില്ല. സൂപ്പൊക്കെ ഇപ്പോഴല്ല, പ്രസവം കഴിഞ്ഞിട്ടാ. എന്നാരാ പറഞ്ഞേ? ആര് പറയണ്ട, അങ്ങനെയാ. എനിക്കിതൊക്കെ എങ്ങനെ അറിയാ? അനുഭവം വേണ്ടേ? അതിനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കി തന്നിട്ടുമില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കൂ, ആ കുട്ടിയെ പുറത്തുണ്ട്. ആ, സൂപ്പ് വേണ്ടെങ്കിൽ വേണ്ട, വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? നായമേ, കാണട്ടെ. ആ കൈ ഇങ്ങോട്ട് നീട്ടു. എന്താ? ആ കൈ ഇങ്ങോട്ട് നീട്ടുകൂട്ടി. നല്ല ഒന്നന്തരം പുളിയൻ മാങ്ങ കഴിച്ചോളൂ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മാങ്ങ തിന്നാനല്ല കൊതി. പിന്നെ എന്ത് തിന്നാനാ കുട്ടിക്ക് ആശ? എനിക്ക് മസാല ദോശ തിന്നാൻ ആശ. മാഷെന്താ ചായപ്പീടിയല്ലേ? അതിശയാണല്ലോ. ഞാൻ വെറുതെ. മാഷക്ക് മസാല ദോശ എത്രയാണെന്ന് പറഞ്ഞേ? 2 3? മാഷേ 3. മസാല ദോശയോ? അസലായി. താൻ ഉരുളക്കിഴങ്ങ് കഴിക്കാം. എനിക്കല്ലടോ, പിന്നെ കുട്ടിക്ക. ഇപ്പോഴെന്താ അങ്ങനെ ഒരു പലഹാരക്കൊതി? ആ, ഭാഗ്യവാൻ. ഈ വയറും വെച്ചോണ്ട് ഇനിയിപ്പോ എങ്ങനെയാ കോളേജിലേക്ക് അയക്കുക? ഇവിടെ തന്നെ ദിവസവും കുറെ അങ്ങ് നടക്കട്ടെ, അല്ലേ നാണിയമ്മേ? പിന്നല്ലാണ്ട് ഗർഭിണികള് ശരീരം അനങ്ങി പണിയെടുക്കണം. സന്ധിബന്ധങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടിയാലേ അത്രയും എളുപ്പം വേദന കൂടാണ്ട് പ്രസവം നടക്കൂ. എന്റെ ഇളയ മകനില്ലേ പുഷ്പാങ്കതൻ, നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് നോവ് തുടങ്ങിയത്. ഒന്നപ്പുറത്തോട്ട് മാറി 10 നിമിഷം പ്രസവവും കഴിഞ്ഞു. നെല്ല് കുത്തുമ്പോ പ്രസവിച്ചോണ്ടാവും നാണിയമ്മയുടെ മുമ്പ് പുഷ്പാങ്കത ഈ നായത്. വേണ്ട വേണ്ട, അങ്ങനെ ഭാരിച്ച അധ്വാനമൊന്നും ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണ്ട. എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരുത്തുകയും വേണ്ട. അനുഭവസ്ഥര് പറഞ്ഞല്ലേ, വേണമെങ്കിൽ കുറച്ചു നേരം നടന്നോട്ടെ. കേട്ടോ ടീച്ചറെ, ഗർഭകാലത്തും പ്രസവകാലത്തും ഭർത്താവിന്റെ പ്രേരണ. കാര്യം പറയട്ടെ. എണ്ണ കാച്ചാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനിയത്തെ തവണ വരുമ്പോ കുറച്ച് നല്ല ഇഞ്ചയും വാവപ്പൊടിയും കൊണ്ടുവന്നോളൂ. പിന്നെ കുറച്ച് കാട്ടുമഞ്ഞളും തേനും. വയറ്റിലായിരിക്കുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ചില പച്ചമരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതെന്തൊക്കെയാന്ന് വെച്ചാ കൊണ്ടുവന്നോളൂ. പൊയ്ക്കോളൂ. ഇത് എന്തൊക്കെയാ വാങ്ങിട്ട് വന്നിരിക്കണേ? എപ്പോഴായാലും വാങ്ങണം. കണ്ടപ്പോ ഇഷ്ടം തോന്നി വാങ്ങി. നീ വെക്കോ. കേട്ടോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞതിന്റെ 2 ദിവസം അപ്പറായാലും ഇപ്പറായാലും നല്ല നാളുകളാ. 13. 14-ാം തീയതി ആണെന്ന് വെച്ചാ ബഹുവിശേഷ. ഏതാ? അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണി ആണെങ്കില് പേര് ഉണ്ണികൃഷ്ണൻ ഇടാം. അപ്പൊ ആൺകുട്ടിയാണെന്ന് മായമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? കയ്യുണ്യാദി എണ്ണ ഇതാരാദി ഘൃതം. രവിയേട്ടന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായല്ലോ. നോക്കട്ടെ.
അല്ല മാഷേ, ഉം. മായമ്മയുടെ അച്ഛനെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ? ആ, അറിയിക്കേണ്ട ഒരു കുറവേ ഉള്ളൂ. അക്ഷണം പലഹാരക്കൊട്ടയായിട്ട് വന്ന് മോളെ എഴുന്നള്ളിച്ചോണ്ടങ്ങ് പോവും പ്രസവത്തിന്. ഭ്രാന്തുണ്ടോ ടീച്ചർക്ക്? ഇനി നമ്മൾ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ. ആ അപ്പു, ഈ കത്തൊന്ന് ഓപ്പിലെ സിസ്റ്ററിന്റെ കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. താങ്ക്സ്. ആൺകുട്ടിയാ? മായമ്മ സുഖായിരിക്കുന്നു. മായമ്മ എപ്പോ കൊണ്ടുവരും? കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമിരോഹിണിയാണ് ആള്. മാഷേ, മാഷ് നോക്കി നിൽക്കാതെ ആ തേന് മയമ്പൊന്ന് ചാരിച്ചേ. ഉണ്ണികൃഷ്ണ, പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ. മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക? കണ്ണൊന്ന് തുറന്നേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ തന്നെ. മോനൊന്ന് വാ തുറന്നേ. പാപ്പച്ച, പാപ്പച്ച, പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ്. ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി. ഡോക്ടർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്.
സ്വീറ്റ്. ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ. പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. എന്താ വേണ്ടേ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരാശ്വാസം ഉണ്ടാവും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ടതിൽ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ ആയുസ്സെടുത്തിട്ട് മായമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? ടീച്ചറും കൂടി ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഇനിയിപ്പോ ഇവന് വേണ്ടിട്ടെങ്കിലും എല്ലാം മറന്നല്ലേ പറ്റൂ. ആൽത്തറയിലൊന്നും പോയിരിക്കാൻ തോന്നിയില്ല. നേരെ ചെന്ന് നിന്നത് തിരുനടയിലാ. മനസ്സ് നൊന്ത് യാചിച്ചു. ആകെക്കൂടി ഇനി ഉള്ളത് ഈ കുഞ്ഞാ. ഇതിനെയെങ്കിലും നിലനിർത്തി തരണേന്ന്, ദീർഘായുസ് കൊടുക്കണേന്ന്.
ഇതെന്ത് കപ്പലാ മുത്തശ്ശ? ഇതാണ് ഉപ്പേരിക്കപ്പല്. കായ വറുത്തത്, ശർക്കര വരട്ടി, അരിയുണ്ട, കപ്പ ഉപ്പേരി. ആ, പോട്ടെ പോട്ടെ, ഉപ്പേരിക്കപ്പല് പോട്ടെ. ഇനി പായസക്കപ്പല്. അതെ മാഷേ, വീട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെയാ. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്നായിരിക്കും. ഏടത്തിയെ കാണാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതല്ല നീ ഇത് പുറപ്പെട്ടോളൂ. എന്നെ ഉണ്ണിക്കുട്ടനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാന്ന് വെച്ചാ പുറപ്പെട്ടോളൂ. ഇവിടെ എങ്ങനെ ആയാലും എന്താ, അവിടുത്തെ കാര്യല്ലേ മുഖ്യം. പുറപ്പെട്ടോളൂ. അയ്യോ മാഷേ, അതല്ല. ഏതല്ലാന്ന് ഒന്നല്ല 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയല്ല, പാഞ്ചാലിക്കുട്ടി ആയാലും ശരി. പറയണത് എന്താണെന്ന് കേൾക്കൂടി. എന്തിനാ കേക്കണത്? മുഖവര കേട്ട അറിഞ്ഞൂടെ? മാഷേ, ലക്ഷ്മിക്കുട്ടിയുടെ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ വിവരം അറിയിച്ചോണ്ടുള്ള കത്തായത്. അതിനും വേണോ ഇത്രയും ബഹളം? ഓ, ഞാൻ തോറ്റു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞൂടായിരുന്നു ടീച്ചർക്ക് എന്നെ കിട്ടി ശ്വാസം മുട്ടിക്കാണ്ട്. ഓഹോ, മോൻ എവിടെ? ഉണ്ണി, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, എവിടെയാ നീയെ? എവിടെ പോയി ഉണ്ണിക്കുട്ടാ? ഉണ്ണി, ഉണ്ണിമോനെ. അയ്യോ, മാഷേ, എന്റെ ഉണ്ണിക്കുട്ടാ. അയ്യോ, ഉണ്ണിമോനെ. അയ്യോ, ഈശ്വരാ. ദൈവമേ, അയ്യോ, എന്റെ മോൻ, എന്റെ മോനെ. മാഷേ, ദൈവമേ, എന്റെ മോന്. അയ്യോ, ഉണ്ണി, ഉണ്ണിമോനെ. എന്റെ ഉണ്ണിക്കുട്ടാ. അയ്യോ, മോനെ. എന്റെ കുഞ്ഞിന് എന്താ പറ്റി? മാഷേ, ഒന്ന് വേഗം. മോനെ. അല്ല മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? മാഷേ, എന്റെ ദൈവമേ.